നമസ്കാരം, മല്ലസ് കഫേയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റോഡ് സൈഡിൽ നിൽക്കുന്ന കാരണം ഭയങ്കര നോയ്സാണ്, അപ്പോൾ അതെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇപ്പം നമ്മളുള്ളത് ജോൺസിൻ്റെ ഡയറക്റ്റ് ഔട്ട്ലെറ്റിലാണ്. ജോൺസ് അംബ്രല്ലാസ്, അതുപോലെ തന്നെ അവരുടെ ഹാൻഡ് ബാഗുകൾ, അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഔട്ട്ലെറ്റിനകത്തേക്ക് പോവാം. അവിടുന്ന് അവരുടെ പ്രൊഡക്ട്സ് ഒക്കെ ഒന്ന് കാണാം. പുതിയ ന്യൂ അറൈവൽസ് ഉണ്ടാവും, പഴയ എക്സിസ്റ്റിംഗ് പ്രൊഡക്ട്സ് ഉണ്ടാവും. നമുക്ക് അതൊന്ന് കണ്ടുവരാം. പല ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള കുടകൾ ഇവിടെ അവൈലബിൾ ആണ്, വലുതും ചെറുതുമായിട്ട്. ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാലങ്ങളുടെ വേറെ വെറൈറ്റി അങ്ങനത്തെ ഷേപ്പിലുള്ള കുടകളും അവൈലബിൾ ആണ്. അത് ലേഡീസിനാണെങ്കിൽ പ്രത്യേകം നല്ല കളർഫുള്ളായിട്ട് അടിപൊളിയായിട്ട് പല കളേഴ്സിൽ യെല്ലോ നമ്മുടെ സാധാരണ കുടയുടെ ആ നീട്ടിട്ടുള്ള കുടയുടെ ഇത് കാണുന്നത്. ഇത് കണ്ടോ, ഇത് വാക്കിംഗ് സ്റ്റിക്കാണ്. വാക്കിംഗ് സ്റ്റിക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അത് ഇവിടെ നമ്മുടെ ജോൺസിൻ്റെ ഷോറൂംസിൽ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ കാണുന്ന ഈ കുടകൾ, ഇത് UV പ്രൊട്ടക്റ്റഡ് കുടകളാണ്. 100% UV കോട്ട് ഉറപ്പ് പറയുന്ന ജോൺസിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഈ കാണുന്നത്. ഇതിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുടയാണ്. ഈ കുടകൾ ഓട്ടോമാറ്റിക്കാണ്. ഇത് നല്ല രസമുണ്ട് കാണാനായിട്ട്. പല കളേഴ്സുണ്ട് ഇതുപോലത്തെ ഹാൻഡിൽ പിടിയുള്ള. ഈ കാണുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് നടക്കുന്ന കുടകളാണ്. നല്ല കളർ. റിവേഴ്സ് നടക്കാനുള്ളത്. ഈ കാണുന്നതൊക്കെ 2 foot ലെങ്തി ആയിട്ടുള്ള കുടകളാണ്. ഇപ്പോൾ നമ്മൾ ഈ കണ്ട പോലെ തന്നെ നല്ല അടിപൊളി കളറുള്ള റെഡ് കളറൊക്കെയാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന, നമ്മുടെ ഡെയിലി ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നോർമൽ കുടകളാണ്. വിലക്കുറഞ്ഞ കുടകൾ, നമുക്ക് ഒരു സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടുള്ള വളരെ വിലക്കുറഞ്ഞ കുടകളാണ് ഈ കാണുന്നത്. പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ കിഡ്സിൻ്റെ സെക്ഷനാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇതുപോലെ കവേഴ്സിനകത്തൊക്കെയാണ് ഇത് പ്രൊഡക്റ്റ് ഇത് ചെയ്തേക്കുന്നത്. ജസ്റ്റ് 3 foot കുട മാത്രം, ഈ ഒരു ഡിസൈനിൽ വരുന്ന 3 foot കുട. ഇത് ഡിസൈനാണോ ഇവർ കവറിൽ കൊടുത്തേക്കുന്നത്, ആ ഡിസൈൻ തന്നെ ആയിരിക്കും ഈ കുടയ്ക്കുള്ളത്. തുറന്നു നോക്കുന്നില്ല കേട്ടോ. പിന്നെ അതുപോലെ ഇത് ഈ കുട കേട്ടോ, ഇത് ഒരു പൈപ്പിംഗ് കുടയാണ്. അപ്പോൾ ഇങ്ങനത്തെ കുടകൾ വാങ്ങിച്ചുകൊണ്ട് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾക്ക് ഈ മഴയൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ ഈ കുട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗുള്ള കാര്യങ്ങളൊന്നും നനയില്ല. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലോകത്തിലേക്ക് ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ട് ജോൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു കുടയാണിത്. കണ്ട, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. വേൾഡിൽ ജോൺസൺ മാത്രമേ ഇത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കുട ഇറക്കിയിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വേൾഡിലെ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കുടയാണ് കാർബൺ ലൈറ്റ് അംബ്രല്ല. അപ്പോൾ തുറന്നു നോക്കാം കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ്. കയ്യിൽ കുട ഉണ്ടെന്ന് പോലും നമുക്ക് അറിയില്ല, അത്ര ലൈറ്റ്. നല്ല രസമില്ലേ ഇതിൻ്റെ ഫോൾഡൊക്കെ കണ്ടോ? എന്തെന്നാ ഇതിൽ പറയുന്നത്, പിടി. കുടയുടെ പിടി കണ്ട ഭയങ്കര ചെറുതാണ്, നല്ല രസം, ഭയങ്കര ക്യൂട്ടാണ്. ബാഗിലൊക്കെ വെച്ച് കൊണ്ടു നടക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ക്ലോത്ത് ആണെന്നുണ്ടെങ്കിലും നല്ല ഒരു ലേസി ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ക്ലോത്താണ്. വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള രീതിയിൽ
കാർബൺ ലൈറ്റ് കുടകൾ ഇവിടെ നമുക്ക് ഇങ്ങനത്തെ ഒരു പൗച്ചിലാണ് വരുന്നത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പം പല കളേഴ്സിൽ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഇങ്ങനെ മുകളിലേക്ക് ഒരു ക്ലോത്തിങ് കളക്ഷൻ വെച്ചിട്ടുണ്ട്. ബ്ലാക്ക്, ബ്ലൂ അങ്ങനെ പല കളറിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ പൗച്ചിൽ ഈ കുട ഉണ്ടെങ്കിൽ പോലും ഇതിന് വെയിറ്റ് ഒക്കെ വരുന്നില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നല്ല രസമാണ്. പിന്നെ ഞാൻ കണ്ടതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കുടകളാണ് ഈ കാണുന്ന ലൈറ്റ് വെയിറ്റ് കുട. ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി വെയിറ്റുള്ള കുടയാണ് ഇത്. അല്ലാതെ പല കളറിലുണ്ട്. ബ്ലാക്ക്, ബ്ലൂ, അതുപോലെ തന്നെ യെല്ലോയും ബ്ലൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒന്ന് മുത്ത് കാണിച്ചു. ഇതിൻ്റെ കവറിനകത്ത് എഴുതിയിരിക്കുന്ന ഫണ്ണെന്നാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. കുട ഞാൻ യൂണിവേഴ്സിറ്റി കാണിച്ചു തരാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുടയാണ്. ചെറിയൊരു ഡിസൈനിലൊക്കെ ചെറിയ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പിടിയും നല്ലൊരു കുട. ഈ കാണുന്നതൊക്കെ ജോൺസ് X2O എന്ന് പറഞ്ഞ കുടകളാണ്. ലൈറ്റ് വെയിറ്റ് കുടകളാണ്. കുറേ കളക്ഷൻസ് ഉണ്ട്. ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ പാറ്റേണിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. നല്ല രസമാണ്. ഇത് തന്നെ ഇങ്ങനത്തെ ഒരു ഷെയ്ഡിലായിരിക്കും വരുന്നത്. ഇങ്ങനെ ഓരോ കവറിനകത്തും അതിൻ്റെ ഷെയ്ഡ്സ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കും കുടയുടെ കളറുണ്ട്. സിംഗിൾ കളേഴ്സിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ചെക്കിൽ ഈ കുടകളുടെ പേരാണ് FRP കുടകൾ. ജോൺസിന്റെ ഒരു മറ്റൊരു പ്രൊഡക്റ്റാണ്. നല്ല ഡിസൈനിൽ എത്നിക് സീരീസിൽ വന്ന കുടകളാണ്. നല്ല ഭംഗിയുണ്ട്. നല്ല ഡിസൈനിലാണ് വന്നേക്കുന്നത്. അകത്ത് ബ്ലാക്ക് കോട്ടിംഗ് ആണ്. ഈ കാണുന്നതാണ് കൊബോൾഡ് കുടകൾ. അത് ഒരെണ്ണം കയ്യിൽ സാമ്പിളുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പിടിയാണ്. നല്ല രസമാണ് കാണുന്നത്. ഒരു റോസിൻ്റെ ഡിസൈനിൽ ഗ്ലാസ്സിലാണ് ചെയ്തേക്കുന്നത്. അത് തുറന്ന് കാണിച്ചത് ഭയങ്കര എലിഗൻ്റ് ആയിട്ടുള്ള ഒരു കുടയാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര സ്റ്റാൻഡേർഡ് ലുക്കാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ 5 എണ്ണം വാങ്ങിച്ചിട്ടുമുണ്ട്. ഡിസൈനൊക്കെ ഭയങ്കര നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. ഒരുപാട് ഇഷ്ടപ്പെടുന്ന സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ. നല്ല ക്ലോത്ത്, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ക്ലോത്ത്. ഇവിടെ മറ്റൊരു പ്രത്യേകത, നോർമലി ഇതിനകത്തൊരു ക്ലിപ്പ് കാണും. പക്ഷേ ഇതിനകത്ത് വെച്ച് നമ്മൾ ജസ്റ്റ് ഇത് ഇങ്ങനെ താഴേക്ക് വയ്ക്കുമ്പോൾ ഇത് അടയും. ഇങ്ങനെ പുതിയൊരു പ്രോഡക്റ്റും കൂടെ ഇറക്കിയിട്ടുണ്ട്. വാട്ടർ ബോട്ടിൽസ് ലൈറ്റ് വെയിറ്റ് ആണ്. ഹോട്ട് വാട്ടറൊക്കെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന ചെറിയൊരു അവരുടെ കുട പോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിൽ. നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര ക്യൂട്ട്. 2 കളറൊക്കെ ഒരു ഭംഗിയുണ്ട്. പിങ്കും യെല്ലോയും. അപ്പോൾ ഇവിടെ വരുന്നത് 5 fold അംബ്രല്ലാസ് ആണ്. 5 fold ആറ്റം എന്നാണ് ഈ കുടയ്ക്ക് പറയുന്ന പേര്. അപ്പോൾ ഭയങ്കര പല ഡിഫറെൻറ്റ് വെറൈറ്റി ഡിസൈൻസിൽ വരുന്നുണ്ട്. എന്താ അതിൻ്റെ പേര്? ഏറ്റവും മുകളിലത്തെ പേരിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് പോൾക്ക ഡിസൈൻസ് അങ്ങനെയാണ് അതിന് പറയുന്നത്. ഇത് ചെക്ക് ഡിസൈൻസ്, ഇത് എത്നിക് ഡിസൈൻസ്, ഫ്ലോറൽ, ഫ്യൂഷൻ, അങ്ങനെ സ്ട്രൈപ്സ്, അങ്ങനെ പലതരത്തിലുള്ള ഡിസൈൻസിലാണ് ഇത് വരുന്നതാണ് ഇവിടുത്തെ ചേട്ടൻ പറയുന്നത്. അപ്പോൾ നമുക്കൊരു കുട തുറന്ന് നോക്കാം. ഏത് തുറക്കണം എന്നുള്ള കൺഫ്യൂഷൻ. നമുക്ക് എപ്പോഴും ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള കുടകളാണ് ഇഷ്ടപ്പെടുന്നത്. എന്താണെന്ന് അറിയില്ല. അപ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള ഓർമ്മ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് എത്നിക് ഡിസൈനിൽ. അപ്പോൾ അതിൻ്റെ ഡിസൈൻ ഞാൻ തുറക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നല്ല രസമുണ്ട്. അതിനകത്ത് വേറെ കളർ. ഇനി ഈ കളർ നോക്കുമ്പോൾ വേറെ കളർ നോക്കാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതിൻ്റെ ബാക്ക് സൈഡ്
ഷെയ്ഡ്സിൽ വരുന്ന കുടകൾ വെച്ചിട്ട് അവർ ബാഗുകൾ ഡിസൈൻ ചെയ്തേക്കുവാണ്. പിന്നെ ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്ക് പില്ലോസ് ആണ്. പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇവിടെ പല കളേഴ്സിലുള്ള നെക്ക് പില്ലോസ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ജോൺസൺ എന്ന പ്രൊഡക്റ്റ് ആണ്. ഇപ്പോൾ ഒരുപാട് പ്രൊഡക്ട്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നമുക്ക് കാണാം. ബാഗ് ഇപ്പോൾ നോക്കുവാണെങ്കിൽ മാച്ച് ചെയ്യുന്ന പോലെ കൂടെ വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ സ്കാർഫ്, ബാഗ്, അംബ്രല അത് എല്ലാം തരത്തിൽ വെച്ചിട്ടുണ്ട്. സ്കാർഫ്, ബാഗ്, പിന്നെ അതുപോലെ ജോൺസന്റെ ബേബി നെറ്റാണ് ഈ കാണുന്നത്. അത് ഒറ്റ കളർ മാത്രമേ ബ്ലൂ മാത്രമേ കാണുന്നുള്ളൂ. വേറെ കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. കുറച്ച് പാൻസ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ അവർ വേറെ ചെയ്ത് വെച്ചിരിക്കുന്ന ബാഗുകളും ഗുണങ്ങളുമാണ്. പിന്നെ ഇവിടെ കാണുന്നത് റെയിൻ കോട്ടാണ്. ഒരെണ്ണം ഇവിടെ നമ്മുടെ ഡിസ്പ്ലേ സ്റ്റോക്കിലുണ്ടാവും. ഇത്രയും പ്രൊഡക്ട്സ് ഇവിടെ ഉണ്ട്. നമുക്ക് വേറെ കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ടാവും. ഇത് ജോൺസൺ തന്നെ ബേബി കാർഡിലാണ്. അത് കുറച്ച് സെറ്റായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അവർ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ബേബീസിൻ്റെ റെയിൻ കോട്ട്സ് ആണ് ഈ കാണുന്നത്. ഇത് കുറച്ച് മോസ്കിറ്റോ നെറ്റ്സിൻ്റെ ഇതാണ് ഇവിടെ ഡിസ്പ്ലേ. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു വെറൈറ്റി പ്രൊഡക്റ്റ് ആണ് ജോൺസിൻ്റെ. ഈ കുട നിങ്ങൾ കണ്ടല്ലോ. ഇതിനകത്ത് ഇവിടെ ഒരു ബട്ടണുണ്ട്. ശ്രദ്ധിച്ചൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മളത് പ്രസ് ചെയ്യാൻ പോകും. ഫാൻ കറങ്ങി വേണം. നല്ല കാറ്റൊക്കെയുണ്ട്. അപ്പോൾ ഈ ബട്ടണിൽ തന്നെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫാൻ ഓഫ് ആവും. ഫാൻ ഓഫ് ആയി കഴിയുമ്പോഴത്തേക്കും താഴത്തേക്ക് വരും. USB ചാർജബിൾ ആയിട്ടുള്ള ഒരു ഫാനാണ്. നമുക്കിവിടെ കാണാൻ പറ്റും. USB പോർട്ടബിൾ ചാർജർ ഇവിടെ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പവർ ബാങ്ക് നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ഇതിനകത്ത് പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു കുടയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് 2 ടൈപ്പ് ചാർജിങ് പ്രൊവിഷൻസ് അവൈലബിൾ ആണ്. ഡി ചാർജറും അവൈലബിൾ ആണ്, USB ചാർജറും അവൈലബിൾ ആണ്. ഈ കുട കണ്ട് എവിടെയെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഈ ഒരു ഡിസൈൻ ഇത് സ്റ്റാർ വാർസിൽ മൂവീസിൽ കാണുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ ഇതൊരു ലേസർ ഡിസൈനിൽ വന്നിട്ടുള്ളൊരു കുടയാണ്. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് ലേസറാണ്. ഈ ലേസർ രാത്രി ആകുമ്പോൾ ഇതിനകത്ത് റിഫ്ലക്ട് ചെയ്തിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നൈറ്റിലാണ് ആക്ച്വലി ഈ കുട യൂസ് ചെയ്യുന്നത്. സ്റ്റാർ വാർസിൻ്റെ വാളിൻ്റെ ഡിസൈനാണ് ഇതിൻ്റെ ഹാൻഡിൽ വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ. ലേസർ അംബ്രല. ഈ കാണുന്നത് ജോൺസിൻ്റെ മുത്തുക്കുടയുടെ ഡിസൈൻസ് ആണ്. അപ്പോൾ ഇതിന് ഓർഡർ അനുസരിച്ച് ഇങ്ങനത്തെ കുടകളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ കാണുന്ന കുടകൾ എന്ന് പറഞ്ഞാൽ ഇത് ഗാർഡനിൽ യൂസ് ചെയ്യുന്ന കുടകളാണ്. അതുപോലെ തന്നെ ഇത് ബീച്ചുകളിൽ യൂസ് ചെയ്യുന്ന കുടകളാണ്. അതൊക്കെ ഇവിടെ ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജോൺസിൻ്റെ ഫാക്ടറി ഔട്ട്ലെറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഈ ഫാക്ടറി ഔട്ട്ലെറ്റ് ഉള്ളത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റൂട്ടിലാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും ആലപ്പുഴയിൽ നിന്ന്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലിമിറ്റഡ് എഡിഷൻസ് ആയിട്ടുള്ള കുടകൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ജോൺസിൻ്റെ അംബ്രലാസ്, പുതിയ എഡിഷൻസ്, ന്യൂ എഡിഷൻസ്, അതുപോലെ തന്നെ എന്താ പറയുക പല വെറൈറ്റീസ് ഓഫ് പ്രൊഡക്ട്സ്. അവരുടെ എന്ത് പ്രൊഡക്റ്റ് വന്നാലും അത് ഇവിടെ നമ്മൾ അവർ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവും. അപ്പം നോർമലി നമ്മളൊരു എന്താണ് കുടക്കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്ത പല സാധനങ്ങളും ഇവിടെ നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അത്രയും അധികം ബെനിഫിറ്റ്സ് നമ്മളിവിടെ വന്നപ്പോൾ കണ്ടു. അപ്പോൾ
അപ്പം എന്തായാലും ഈ വഴി നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ കുട വാങ്ങിക്കുന്ന എന്തായാലും പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കയറുക. നിങ്ങൾക്ക് അതുപോലെ തന്നെ ലേഡീസിനാണെങ്കിൽ ബാഗ്, അതുപോലെ തന്നെ സ്കാർഫ്, കുട അത് സെറ്റായിട്ട് പെയറായിട്ട് വാങ്ങിക്കണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു. വീഡിയോ വീണ്ടും കാണുന്നവരേക്കും ദിസ് ഇസ് തനിയ സൈനിങ് ഓഫ് ഫ്രം മല്ലൂസ് കഫേ. താങ്ക് യു.